ഞാൻ സഹിക്കാൻ തുടങ്ങി. ഒരു പാടാന്നറിയും, തുടക്കത്തിൽ പോലെ അല്ല കേട്ടോ, അത് പാടാ. ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് അങ്ങനെ അധികം എവിടെയും കറങ്ങാൻ പോകാൻ പറ്റിയിട്ടില്ല. കാരണം തിരക്കും കാര്യങ്ങളും ബാക്കിയുള്ള ഒതുക്കവും വിരുന്നും അങ്ങനെ ഒരു ലോഡ് പരിപാടി ഉണ്ടായിരുന്നു. അതൊക്കെ കൊണ്ടൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റിയിട്ടില്ല. എന്തായാലും ഒരു മാസത്തിന് ശേഷം നമുക്കിപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചാടിയതാണ്. നോമ്പും കൂടെ ആയി തുടങ്ങിയല്ലോ, അപ്പം പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇത് ഞങ്ങൾ ഈ പോകുന്ന സ്ഥലം ഏതാണ്ട് 4-4.5 കൊല്ലത്തോളം ആയി കാണും ഇല്ലേടാ. കാരണം അതിന്റെ ഫോട്ടോ അത് കോമഡി. അത് ഞങ്ങള് പ്രേമിക്കുന്ന ടൈമിന് ആ ടൈമിന് പോയതാ. പ്രേമിച്ച് തുടക്കം ആ ഒരു ടൈമിനാണ് ഞങ്ങളിവിടെ വന്നിട്ടുള്ളത്. പിന്നെ വീട്ടിൽ പിടിച്ച് അതിനുശേഷം ഞങ്ങൾ ഇവിടെ വന്നിട്ടില്ല. ബാക്കിയെല്ലാവർക്കും പോയിട്ടുണ്ടെന്ന് വേറൊരു സത്യം. ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടെ വെച്ചിട്ടാണ്, ഇവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങളുടെ ആദ്യത്തെ എൻഗേജ്മെന്റ് നടക്കുന്നത്. ആ മാർച്ച് അല്ലായിരുന്നോ? മെയ് 21 അല്ലേ? കണ്ടോ, എനിക്ക് ഡേറ്റ് ഓർമ്മയുണ്ട് കേട്ടോ, ചെറുതായിട്ട് മാസം മാറി പോകുന്നുള്ളൂ. മെയ് 21 ഞങ്ങളുടെ ഫസ്റ്റ് എൻഗേജ്മെന്റ്. ഒഫീഷ്യലി അല്ലായിരുന്നു, അൺഒഫീഷ്യലി ഞങ്ങൾ മാത്രമുള്ളൊരു എൻഗേജ്മെന്റ്. അന്ന് ഞങ്ങൾ വന്നിട്ട് പോയതാ. പിന്നെ ഞങ്ങൾ ഇതുവരെയായിട്ട് ഇങ്ങോട്ട് വന്നിട്ടേ ഇല്ല. വരാൻ ടൈമും കിട്ടിയിട്ടില്ല, അതാണ് കോമഡി. അങ്ങനെ നീണ്ട 5 കൊല്ലങ്ങൾക്ക് ശേഷം ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞൊരു മാസം ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് അവിടെ തന്നെ പോവുകയാണ്. അന്നൊരു അൺഒഫീഷ്യലി എൻഗേജ്മെന്റ് ആയിരുന്നു. സത്യത്തിൽ മലമേലായിരുന്നു പോകേണ്ടത്, കാരണം പ്രപ്പോസ് അവിടെ നിന്നായിരുന്നു. അതിന്റെ വീഡിയോസ് ഞാൻ വേണമെങ്കിൽ വീഡിയോസ് ഇല്ല. അതിന്റെ വീഡിയോസ് ഉണ്ടോ? ഇല്ല, അന്ന് വീഡിയോ എടുത്തില്ലല്ലോ നമ്മള്. ഇല്ല, അന്ന് വീഡിയോ എടുത്തില്ല, ഫോട്ടോ എടുത്തു. പക്ഷെ ഫസ്റ്റ് ഫോട്ടോ ഞാൻ സൈഡിൽ കൊടുത്തേക്കും കേട്ടോ. മലമേൽ എപ്പോഴും പോയതായത് കൊണ്ടും ഗ്രൂം ട്രിപ്പിക്കും ബ്രൈഡ് ട്രിപ്പിക്കും എല്ലാത്തിനും അങ്ങോട്ടാ പോയത് കൊണ്ടും നേരെ ഇങ്ങോട്ട് പോകാന്ന് വിചാരിച്ചു. അങ്ങോട്ട് കൊമ്മില് പോകുന്ന റൂട്ടാണ്. ഇവിടുന്ന് നമ്മള് വലത്തോട്ട് പോയിട്ട് പള്ളീൻ്റെ അങ്ങോട്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻഗേജ്മെന്റ് ലൊക്കേഷൻ. ഈ റെഡ് കാർ കിടക്കുന്നിടത്തായിരുന്നു ഞങ്ങളുടെ ആദ്യത്തെ എൻഗേജ്മെന്റ്. നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു എൻഗേജ്മെന്റ് അൺഒഫീഷ്യലി നടന്നിട്ടുണ്ടെന്ന്. അത് ആ കാവിന്റെ അവിടെ വെച്ചിട്ടായിരുന്നു. മോതിരം കിട്ടി ഞാൻ കൊടുക്കുന്നത്. നമ്മുടെ മുക്കുന്ന ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് കയറി പോകണം. കിളിമാനൂർ റൂട്ടാണ് നമുക്ക് കയറി പോകുന്നത്. എനിക്കറിയാം. ആണോ? എനിക്കറിയത്തില്ല, ഇത് ഞാൻ ഇപ്പോഴാ കാണുന്ന. അവിടെ മാറ്റമൊന്നുമില്ല. അത് സ്കൂൾ റോഡാണ്. എന്തായാലും പോയി നോക്കാം. ഞങ്ങൾ എന്തായാലും എത്തട്ടെ, എന്നിട്ട് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം. ട്രാൻസ്ഫോമർ കൊണ്ടിട്ട് ഇവിടെ കൊണ്ടാണ്. ഇവിടെ അല്ല, എനിക്ക് ഉറപ്പുണ്ട് ഈ റോഡല്ല. വഴി തെറ്റിച്ച് കുറച്ചൊക്കെ ഒന്ന് തെറ്റാം. ഞാൻ പറഞ്ഞു ഇതല്ലെന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഗൈസ്. വഴി തെറ്റിച്ച് ഞാൻ പറഞ്ഞ വഴിയല്ലെന്ന് സമ്മതിക്കത്തില്ല. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓരോ തെറ്റൊക്കെ എല്ലാവർക്കും പറ്റിപ്പോടെ. വർഷങ്ങളായില്ലേ വന്നിട്ട്. അതിൻ്റെതായ ചെറിയ ഒരു റൂട്ട് മാറിപ്പോ എവിടെ എല്ലാം പോകുമെന്നറിയോ നിങ്ങൾക്ക്? ഞങ്ങൾ അവിടെ ഒരു ചേച്ചി എടുത്ത് വെച്ചപ്പോഴാണ് ചേച്ചി നിങ്ങൾ വന്ന വഴിയാണ് തിരിച്ചു വെക്കും, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ട്, അവിടെ നിന്ന് ഇങ്ങോട്ടോ പോകണം. ഞാൻ സത്യം പറഞ്ഞാൽ കേട്ടു. ആ ജംഗ്ഷന്റെ അവിടെ നിന്ന് എനിക്കറിയാം, ഞാൻ കണ്ടു. എനിക്കറിയാം എന്തായിരുന്നാല് എങ്കിലേ ആ സ്ഥലം വെക്കും. എനിക്കറിയാം, ഞാൻ പണ്ടേ പോയിട്ടുള്ളതാണ്. അങ്ങോട്ട് പോയാ ഞാനത് ജസ്റ്റ് ഒരു അങ്ങോട്ട് റോഡ് കിടക്കുന്നതിട്ട് എന്താണെന്നറിയാൻ വേണ്ടി കടയിൽ ചോദിച്ചായിരിക്കും. അല്ലെങ്കിൽ നമ്മളിനി എവിടെയെങ്കിലും പോയി കടയിൽ ചോദിച്ചെടുക്കാം. ഇപ്പൊ എനിക്ക് ഓർമ്മയുണ്ട് ഈ സ്കൂള്. എനിക്ക് മനസ്സിലായി. ഇനി അടുത്ത ഈ ജംഗ്ഷനാ ഇവിടെ നടത്തോട്ടെ. ആ ശരിയാ, ഈ ജംഗ്ഷനിൽ നടത്തോട്ടെ. അറിയത്തില്ല, എനിക്കിപ്പോഴും മനസ്സിലായി. തൊളിക്കുഴിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മള്. തൊളിക്കുഴി ജംഗ്ഷനിൽ നിന്ന് നേരെ പോവുക. ഇവിടാണ് എൻ്റെ ഒരു കൂട്ടുകാരനുള്ള അൽസാജിദ്. കാണാൻ പറ്റുമോ നോക്കട്ടെ.
ഇവിടുന്ന് നമുക്ക് അങ്ങോട്ട് അവസാനം നമ്മൾ അവിടെ എത്തിയിരിക്കുന്നു. അതായത് മീൻമുട്ടി വാട്ടർഫോൾസ്. അപ്പൊ എന്തൊക്കെയോ സെറ്റപ്പ് ആയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പോയി നോക്കാം. ഒരു റാമ്പുണ്ട്, നേരെ അങ്ങോട്ട്, അവിടെ നേരെ താഴോട്ട്. ഇവിടെ നിന്നായിരിക്കും വെള്ളച്ചാട്ടം വരുന്നത്. ഈ സൈഡ് ഇവിടുന്ന് ഒറ്റ ചാട്ടം വെള്ളച്ചാട്ടം. ആ ഒരു മൂലക്കായിട്ട് ആ പാല് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് രണ്ടും കൊടുത്തേക്കാം നമുക്ക്. രണ്ടും കൊടുത്തേക്കാം. വീഡിയോ ഉണ്ട്, സ്റ്റോറി അല്ലേ ഇട്ടോ നമ്മളത്. വീഡിയോ അന്ന് ഞങ്ങള് കുറെ വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്ത് വെച്ച്, പക്ഷെ അത് പോസ്റ്റ് ചെയ്തില്ല, സ്റ്റോറി ഇട്ടില്ല. കാരണം വീട്ടിൽ പൊക്കേ അത് അന്ന് എടുത്തില്ല. അന്ന് എടുത്ത സാധനം പിടിച്ച് കുറെ കഴിഞ്ഞിട്ടാ നമ്മൾ എടുക്കുന്നത്. എന്തായാലും എന്ത് ചെയ്യാൻ, എന്തെല്ലാം ഓർമ്മകളല്ലേ. അവിടെ കുറച്ച് ടീംസ് നിൽപ്പുണ്ട്. ഇത്രയേ ഉള്ളു വെള്ളം. സത്യത്തിൽ ഇവിടെ ഫുള്ള് വെള്ളമാണ് വേണ്ടത്, പക്ഷെ തവണ വെള്ളമില്ല. ചൂടത്ത് വന്നതുകൊണ്ട്, മഴയത്ത് വന്നിരുന്നെങ്കിൽ ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. ഏതാ അത് അവിടെ, അത് മറ്റേ മീൻ വന്ന് കാലി കുത്തി. ഇവിടെ അല്ല, അങ്ങ് താഴെ ഇരുന്നപ്പോഴാ. ഇവിടെ അല്ലടി, ഇവിടെ നമ്മള് കേറിയിട്ടില്ല. ഇവിടെ അല്ല, താഴെ അല്ലേ ഇരുന്ന് നമ്മള്. ഇനി ഇവിടെ വെള്ളമൊന്നുമില്ല ഇവിടെ അല്ലേടാ? വെള്ളം ഉണ്ടോടാ ഇവിടെ? പക്ഷെ മഴ സമയത്ത് വന്നാ ഇവിടെ അടിപൊളിയാട്ടോ. അതെല്ലാം താഴോട്ട് ഇറങ്ങാൻ പറ്റും. അതുവഴിയാണ് ഇറങ്ങിപ്പോകുന്നത്. ഇങ്ങനെ ഇറങ്ങി ഇവിടെ വരാൻ പറ്റും. സംഭവം അടിപൊളി. ഞങ്ങളിത് ആ ഒരു ഭാഗമുണ്ട്, ആ മരത്തിൻ്റെ താഴ്ഭാഗത്തായിട്ടാണ് നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഏതാണ്ട് ഈ ഭാഗത്ത് ഇവിടെ നിന്നിട്ടാണ് വീഡിയോ എടുത്തതും. ഞങ്ങൾ വെള്ളച്ചാട്ടം വരാൻ നേരത്ത് അവിടെയാണ് കാലൊഴിച്ച് മറ്റേ മീനൊക്കെ കൊത്തുന്ന പറഞ്ഞാൽ ആ ഒരു പരിപാടിയും വെച്ചിരുന്നത്. സംഭവം അടിപൊളിയായിട്ട്. ഇവിടെ ഫുള്ള് വെള്ളമായിരിക്കും. ഇതിൻ്റെ അടിയിൽ കൂടെ നിറച്ച് വെള്ളം പോകും. അവിടെ ഇരിപ്പോണ്ട് ടീം. ഇതാണ് ലൊക്കേഷൻ. എന്തായാലും മൺസൂൺ സമയത്ത് വരുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ഈ സമയത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളല്ലാണ്ട് വേറെ പ്രത്യേകിച്ചൊന്നും എക്സ്പീരിയൻസ് ചെയ്യാനില്ല. മഴ സമയത്ത് വന്നെങ്കിൽ ആ ഒരു എക്സാക്റ്റ് എന്താണെന്ന് കൃത്യം അറിയാൻ പറ്റും. ഈ ഒരു ടൈമിൽ ഇങ്ങനെ ആംബിയൻസും അടിപൊളിയാണ്. ഞങ്ങളങ്ങനെ ഇവിടെ ഇരിപ്പായി. കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. ഇനി ഉദ്ദേശിച്ച അനുകൂലമൊന്നും കിട്ടാത്തത് കൊണ്ട് റെസ്റ്റിലിരിക്കണം. മഴയത്ത് വരണം. അന്യായ രക്ഷയാണ്. ഇവിടെയൊക്കെ ഇരിക്കുമ്പോൾ മറ്റേ വെള്ളം വീഴുന്നതിൻ്റെ ആ ഒരു വെള്ളം ഉണ്ടല്ലോ, ഇങ്ങനെ സ്പ്രെഡായി വരുമായിരുന്നു പണ്ട്. ഇങ്ങനെ പിന്നെ അവിടുത്തെ വെള്ളച്ചാട്ടത്തിന്റെ സ്പ്രെഡ് ഇവിടം വരെ അടിക്കുന്നു. ഇവിടുന്ന് വന്ന് അടിക്കുമ്പോ അവിടെ നിന്ന് ശീതം അടിക്കട, കാറ്റടിക്കുമ്പോ. നല്ല കാറ്റടിക്കുമായിരുന്നു. ശരി, ഞാൻ ഒരു അവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവിടെ നിന്നപ്പോ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇനി ഒരു മഴയാവട്ടെ. ഒരു മഴയത്ത് ഒന്നുകൂടെ കൊണ്ട് കാണിച്ചു തരാം നടക്കും സംഭവം. അപ്പൊ ഗൈസ്, നമുക്കിനി അടുത്ത വീഡിയോ ഇട്ട് ഉടനെ വരാം. അപ്പോൾ അതുവരേക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണം അമർത്തി വെക്കുക, കമന്റ് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. അതുവരേക്കും ബൈ ബൈ.